നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് വീട് പണിതാലും കണ്ടാവും അതിൻ്റെ ഒരു പണിയുന്ന സ്റ്റേജാണ് കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള തൂണ്. സാധാരണ കോൺക്രീറ്റിലല്ല കാണാറുള്ളത്. പില്ലർ, ഈ കാണുന്ന പില്ലർ ചെയ്തിരിക്കുന്നത് ഫോർത്ത് ബ്രിക്കിലാണ്. ഫോർത്ത് ബ്രിക്ക് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ പീസ് കൊണ്ട് ഡിസൈൻ ചെയ്ത് മോഡലൊക്കെ ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഈ ചുമരിലേക്ക് വരികയാണെങ്കിൽ ചുമരുകൾ മുഴുവനായിട്ട് പടുത്തുയർത്തിയിരിക്കുന്നത് ഫോറസ്റ്റ് ടൈമിലാണ്. പക്ഷേ ഈ ഏരിയയിൽ ബീമൊക്കെ എങ്ങനെയാണ് ചെയ്തത് നിങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാവും. ബീമിനകത്തൊക്കെ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ ഹോളാക്കിയിട്ട് അതിനകത്തൊക്കെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് അതുപോലെ കമ്പിയൊക്കെ കൊടുത്ത് സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. വീടിനകത്തേക്കുള്ള കയറുമ്പോൾ കാഴ്ചയിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കാണുന്ന സീലിങ്ങിലുള്ള വർക്കാട്ടോ. സാധാരണ രീതിയിലുള്ള ഒരു കോൺക്രീറ്റ് റൂഫേ അല്ല, ഇതാ ഒരു പീസ് കൊണ്ടുള്ള ഒരു സീലിംഗ് ഐഡിയ ആണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത്. അതായത് നാച്ചുറൽ എന്ന് പറയണം. ഈ കാണുന്ന ചുമര് ഫോർത്ത് ടൈം ആണ്. കളിമണ്ണിനെ ഹീറ്റ് ആക്കിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ ചുമരിൽ വന്നിരിക്കുന്നത്. അതുപോലെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ നാച്ചുറൽ മെറ്റീരിയലാണ്. ഈ കാണുന്ന ബീമിനെ കവർ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫോർത്ത് ടൈമിൻ്റെ ഹോൾ ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ഇതാ ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഈ വീടിൻ്റെ മൊത്തം വർക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർത്ത് ടൈം തന്നെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലൊക്കെ റെഡ് കളർ അതിൻ്റെ പോളിഷും കൂടി കേട്ടോ. ഈ ഒരു വാളിനെ നിർമ്മിച്ചിരിക്കുന്നത് ഈ ഗ്യാപ്പിലൊക്കെ സാധാരണ സിമെൻറ്റ് ചാന്ത് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 10 mm കനത്തിൽ ഇതുപോലെ ഗ്യാപ്പ് ഇടുന്നു. അതിനെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിൽ ചെറിയൊരു കോട്ടിങ്, ഈ ഒരു കളർ കോട്ടും കൂടെ കൊടുക്കുമ്പോൾ ആ ഒരു പൂർണ്ണത വരും, എല്ലാം ഒരേ കളറിലേക്ക്. ഇവിടെ എൻ്റർ ചെയ്യുന്ന ഈ ഒരു ഡോറിൻ്റെ ഏരിയയിൽ കാണാം നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രം പ്ലാസ്റ്ററിങ് വരുന്നുണ്ട്. കാരണം ഇവിടെ കട്ടിലകൾ ഉപയോഗിച്ചിരിക്കുന്നത് മെറ്റലിൻ്റെ കട്ടിലയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ്ങിനും കൂടെ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇതുപോലുള്ള ഏരിയകളിലൊക്കെ മെറ്റൽ കൊണ്ടുള്ള ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ ഈ ഹുരിഡീസിന് അതിൻ്റെ സ്പേസിങ് ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേട്ടോ. മൊത്തം ബീമുകൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ആ ഒരു ഐഡിയയിലാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നോക്കി അവിടെ വന്നിട്ടുള്ള എല്ലാ ഗ്യാപ്പുകളിലും സ്പേസർ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഗ്യാപ്പിലൊക്കെ മെറ്റൽ കൊടുത്ത് ബാക്കിയെല്ലാം ഫോർത്ത് ടൈം തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. ഈ ഫോർത്ത് ടൈം ബ്രിക്ക് എന്ന് പറയുമ്പോൾ നാച്ചുറൽ മെറ്റീരിയലാന്ന് പറഞ്ഞു. അത് പല സൈസിൽ വരുന്നുണ്ട്. 8 ഇഞ്ച് കനമുള്ള ബ്ലോക്കുകളാണ് ഇതിൻ്റെ ചുമരുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സീലിങ്ങിൽ ഹുരിഡീസ് വരുമ്പോൾ അതിൻ്റെ കനം വീണ്ടും കുറഞ്ഞു. പണ്ടേ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ. അത് പല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ചുമരുകളിൽ സെയിം ഐഡിയ, അതുപോലെ മെറ്റൽ കൊണ്ടുള്ള ഇതുപോലുള്ള വിൻഡോ കൊടുത്തപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല പൈപ്പ് കൊണ്ടുള്ള ഡിസൈൻ തന്നെയാണ് മെറ്റലിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിലെ ഹൈലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ കിച്ചണിൽ വരെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഫോർത്ത് ടൈം. അതിൻ്റെ കിച്ചൺ സ്ലാബ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഒരു പോർഷൻ കിച്ചണിൽ ഒരിക്കലും ഈ ഒരു ഫോർത്ത് ടൈം അല്ലെങ്കിൽ ഹുരിഡീസിൻ്റെ ഐഡിയ കൊടുത്തിട്ടില്ല. അപ്പോൾ വീടുകളിൽ വെറൈറ്റി ആയിട്ടുള്ള വീടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വെറൈറ്റിക്കും അപ്പുറം നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് പണിയണം എന്നുള്ളതിൻ്റെ ഉദ്ദേശിക്കുന്ന ആളുകൾക്കുള്ള ഒരു മെറ്റീരിയലാണ് ഫോർത്ത് ടൈം അല്ലെങ്കിൽ ഇതുപോലെ ഹുരിഡീസ് ഐഡിയാസ്. അത് വെച്ച് പണിയുന്ന ആൾക്കാർ വേണം കേട്ടോ. ആ എക്സ്പെർട്സിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്.